മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ എപ്പിസോഡിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പേര് അന്വർത്ഥമാക്കുന്നത് പോലെ തന്നെയാണ് പ്രായമായ മാതാപിതാക്കൾ ജീവിതത്തിൻ്റെ സായംകാലം മധുരമുള്ള അനുഭവം മക്കളിൽ നിന്ന് കിട്ടുന്ന നല്ല കുടുംബങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇന്നതുപോലെ ദൈവം വസിക്കുന്ന സമാധാനമുള്ള സന്തോഷമുള്ള മാതാപിതാക്കന്മാരെ ദൈവതുല്യം കരുതുന്ന ഒരു നല്ല കുടുംബത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമുക്കുള്ളത്. പാലാ രൂപതയിൽപ്പെട്ട തീക്കോയി ഇടവകയിലെ മുകാലയിൽ കുടുംബമാണ്. കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ അവർ ചേന്നാട് ലൂർദ് മാത പള്ളി ഇടവകയിലാണ് താമസിക്കുന്നത്. ആ കുടുംബത്തിൽ ദേവസി ചേട്ടനും ഏലിക്കുട്ടി അമ്മയും രണ്ടുപേരും അവർ ഒരുമിച്ച് തുടങ്ങിയ ആ ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് ദൈവം നൽകിയ 5 മക്കൾ. ആ 5 മക്കളിൽ ഒരാൾ ദൈവിക ശുശ്രൂഷയ്ക്കായി ഫാദർ അബ്രാഹം മുകാലയിൽ വിൻസെൻഷ്യൻ സഭയിലെ അങ്കമാലി മേരിമാതാ പ്രൊവിൻസിൻ്റെ ഒരു അംഗമായി ഇപ്പോൾ എറണാകുളം അതിരൂപതയിൽ ശുശ്രൂഷ ചെയ്യുന്നു. വളരെ വിലപ്പെട്ട ശുശ്രൂഷ നിർവഹിക്കുന്ന ആ മകൻ ഈ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അതോടൊപ്പം തന്നെ ഒരു മകൻ്റെ 2 പെൺമക്കൾ സന്യാസ ജീവിതം നയിക്കുന്ന സിസ്റ്റേഴ്സാണ്. ആ കുടുംബത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് മുക്കാലയിൽ ഏലിക്കുട്ടി ദേവസിയുടെ ഭവനം. കോട്ടയം ജില്ലയിലെ ചേന്നാടാണ് ഇവരുടെ ഭവനം സ്ഥിതി ചെയ്യുന്നത്. ലൂർദ് മാതാ ചർച്ച് ചേന്നാടാണ് ഇവരുടെ ഇടവക ദേവാലയം. ഇതാണ് ഏലിക്കുട്ടി ദേവസ്യ. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ദൈവിക ആനന്ദം സ്വീകരിച്ച് അത് കുടുംബത്തിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണ് ഈ അമ്മ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കൂടെ ഒരമ്മ ഇരിപ്പുണ്ട്. 101 വയസ്സായി. ജീവിത പങ്കാളി മരിച്ചിട്ട് 10 വർഷം കഴിഞ്ഞു. 5 മക്കളെ ദൈവം കൊടുത്തു. ഈ 101 വയസ്സിലും അമ്മ വളരെ സന്തോഷവതിയാണ്, ആക്റ്റീവാണ്. അതിൻ്റെ രഹസ്യം നമുക്ക് തന്നെ ഒന്ന് ചോദിച്ചറിയാം. അമ്മയോട് ചോദിക്കട്ടെ, അമ്മ ഈ 101 വയസ്സായല്ലോ, സന്തോഷവതിയായിട്ടിരിക്കുന്നു, അതിന്റെ രഹസ്യം എന്താണെന്ന് പറയാം? എല്ലാവർക്കും ഇഷ്ടം, എല്ലാവരോടും വലിയ സ്നേഹം, എന്നോട് എല്ലാവർക്കും വലിയ സ്നേഹം, എനിക്ക് എല്ലാവരോടും വലിയ ഇഷ്ടം. ഈ മക്കള് എല്ലാവരും നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്. അതിന്റെ ഒരു സന്തോഷമല്ലേ ഉള്ളത്? അതെ. പണ്ട് കാലത്ത് ഒത്തിരി ബുദ്ധിമുട്ട് കഴിച്ചില്ല. ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ട് കഴിയുന്നുണ്ട്. ഭർത്താവിൻ്റെ കൂടെ റബ്ബർ ഇടാൻ വെട്ടിയിട്ടുണ്ട്. ചെയ്യുന്ന ജോലികളെല്ലാം ജോലികളെല്ലാം ഞാനും കൂടെ ഞാൻ പിന്നെ 10 രൂപ കിടക്കുമ്പോൾ ഞാൻ രൂപ കിടക്കും. അതുപോലെ ഞങ്ങൾ ഒന്നിച്ചു കൂടത് ഇഷ്ടംപോലെ ജോലി ചെയ്ത് പിള്ളേരെ പഠിപ്പിച്ചു. ഇപ്പൊ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോ ദൈവം നമ്മുടെ കാര്യത്തിൽ ഒത്തിരി
കൂടെ ഉണ്ടായിരുന്നു എന്നൊരു തോന്നലുണ്ടോ? ഉണ്ട്. അതിന്റെ കാരണം എന്താണ്? അതിന് എല്ലാവരും ഒരു വഴക്കും പണക്കം ഒന്നുമില്ല. ഭർത്താവിന് വലിയ ഇഷ്ടമാണ്. അങ്ങനെ ചെയ്യുന്ന ജോലിയുടെ പോകാൻ അവിടെ ഇല്ല. ഞാനും ജോലി ചെയ്യുമ്പോൾ ഒരു പണിക്ക് തന്നെ വിടുകയല്ല. ഞാൻ ഒരു പണിക്ക് പണി ചെയ്തെല്ലാം രണ്ടുപേരും കൂടെ തന്നെ എല്ലാ പണിക്കും, അടുക്കള പണിക്കും കൂടെ എല്ലാ പണിക്കും കൂടുമായിരുന്നു. ഞാൻ പള്ളിയിൽ പോകുകയാണെന്നിട്ട് പള്ളിയിൽ പോയി വരുമ്പോഴത്തേനും കാപ്പി ഉണ്ടാക്കി വെക്കും. അപ്പൊ നമ്മള് ദൈവം ഏൽപ്പിച്ച മക്കളെ ദൈവത്തിന് വേണ്ടി വളർത്തി, വിശ്വാസം കൊടുത്തു, സ്നേഹം കൊടുത്തു അല്ലേ? അതുകൊണ്ട് ഇപ്പോഴും വളരെ ആ ഒരു സന്തോഷം നമുക്കിന്ന് മക്കളിൽ നിന്ന് കിട്ടുന്നു. അപ്പൊ സന്തോഷമാണ്. സന്തോഷമാണ്, നല്ല സന്തോഷം, നല്ല സന്തോഷം. ഇതെന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതൃസ്നേഹത്തിന്റെ വിലയേറിഞ്ഞ മക്കൾക്ക് അമ്മയെക്കുറിച്ച് പറയുമ്പോൾ സന്തോഷം കൊണ്ട് കണ്ണു നിറയും. എൻ്റെ പേര് എബ്രഹാം മുകാലയിൽ. ഞാൻ വിൻസെൻഷൻ സഭയിൽപ്പെട്ട ഒരച്ഛനാണ്. മുകാല കുടുംബത്തിലെ 3ാമത്തെ അംഗമാണ്. ഞാനിപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചേർത്തല ഫൊറോനയിൽപ്പെട്ട കുന്നുംപുറം പട്ടണക്കാട് അടുത്തുള്ള കുന്നുംപുറം പള്ളിയിലെ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. വിൻസെൻഷൻ സഭയിൽ നിന്ന് ഇടവക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആ ശുശ്രൂഷ ഏറ്റവും ഭംഗിയായി ചെയ്യുവാനായിട്ട് ഇപ്പോൾ ആ ഇടവകയിൽ താമസിച്ച് ജോലി ചെയ്യുന്നു. അപ്പച്ചൻ്റെ പേര് അപ്പച്ചി എന്നാണ് വിളിക്കുന്നത്. ദേവസ്യ എന്നാണ് മാമോദിസ പേര്. അമ്മയുടെ പേര് ഏലിക്കുട്ടി. കുഞ്ഞുപെണ്ണ് എന്നാണ് വിളിക്കുന്നത്. ജ്യേഷ്ഠൻ കല്ലേക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് തിക്കോയി ഇടവക, അവിടെ കുടുംബസമേതം താമസിക്കുന്നു. 2ാമത്തെ പെങ്ങളെ ചേന്നാട് താമസിക്കുന്നു. അവരും വളരെ സന്തോഷകരമായി കുടുംബജീവിതം നയിച്ച് ഏറ്റവും ഭംഗിയായി വീട് നോക്കി പോകുന്നു. 3ാമത് ഞാൻ. 4ാമത്തെ ആൾ ചേന്നാട് തന്നെയാണ്. ഏതാണ്ട് ഒരു 4-5 കിലോമീറ്റർ അകലെ താമസിക്കുന്നു. അവരും ഈ സമയത്തൂടെ സന്നിഹിതരാണ്. 5ാമത്തെ ആൾ സ്ഥലത്തില്ല. അതിന് 33 വർഷമായിട്ട് വിദേശത്താണ്. 2 വർഷം അല്ലെങ്കിൽ 3 വർഷം കൂടുമ്പോൾ അവർ വരും. കഴിഞ്ഞ വർഷം 100ാമത്തെ ജന്മദിനം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് നാട്ടിലെത്തിയിരുന്നു. ഞങ്ങൾ വളരെ ഭംഗിയായി ഏറ്റവും ഗംഭീരമായിട്ട് ആ ജന്മദിന ആഘോഷങ്ങൾ നടത്തി. ഇത് 101ാമത്തെ ജന്മദിനത്തിലേക്ക് അമ്മയെ പ്രവേശിക്കുകയാണ്. അതിൻ്റെ മംഗളങ്ങൾ അർപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മക്കളെല്ലാവരും ഒന്നിച്ചു കൂടിയിട്ടുണ്ട്. ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും ഒന്നിച്ചു കൂടിയിട്ടുണ്ട്. അമ്മ ആരോഗ്യവതിയായിട്ടിരിക്കുന്നു. കഠിനാധ്വാനത്തിൻ്റെ ഒരു മനുഷ്യനായിട്ടാണ് പലപ്പോഴും അപ്പച്ചിയെ കാണാനായിട്ട് സാധിച്ചിരുന്നത്. ഇത് നേരവും എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്ത് വീടിൻ്റെ ആ ഒരു നന്മ കണക്കാക്കി പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ്. കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുൻപ് 2014 അദ്ദേഹം നിര്യാതനായി. നല്ല ഓർമ്മകളാണ് അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം മക്കൾക്കെല്ലാം പകർന്നു കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരും നല്ല അധ്വാനികളാണ്. ജ്യേഷ്ഠനായാലും സഹോദരിമാരായാലും ബുദ്ധിമുട്ടുകൾ കൂടാതെ, അസ്വസ്ഥതകൾ കൂടാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അമ്മയും അതുപോലെ തന്നെ ചാച്ചനോടൊപ്പം എല്ലാ കാര്യങ്ങളിലും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരാളാണ്. ഏത് സമയവും കൃഷി അല്ലെങ്കിൽ അതുപോലെയുള്ള മൃഗങ്ങൾ വളർത്തൽ, പശു വളർത്തൽ, ആട് വളർത്തൽ, കോഴി, അങ്ങനെയുള്ള വീട്ടാവശ്യങ്ങൾ, വീട്ടുകാര്യങ്ങളെല്ലാം നോക്കി അന്വേഷിക്കുവാൻ തയ്യാറായ ഒരു നല്ല ഒരു കുടുംബ പശ്ചാത്തലമാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മിച്ചെടുക്കാനുള്ളത്. ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും ആ ഒരു ജീവിത രീതിയാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രചോദനമായിരിക്കുന്നത് എന്ന് ഈ അവസരത്തിൽ ഇവിടെ സൂചിപ്പിക്കുകയാണ്. എൻ്റെ പേര് തോമസ്. ഞങ്ങളുടെ വീട്ടിൽ എനിക്ക് 5 പിള്ളേരാണ്. ഇത് ഭാര്യ, അച്ചാമ്മ, മൂത്ത മകള് സോബിന, അവൾ ചങ്ങനാശ്ശേരിയിലാണ്. അതിൻ്റെ ഏറ്റവും ഇളയവളും മഠത്തിൽ, അവർ ഒരു മഠത്തിലാണ്. പിന്നെ സൈന മകളിലൊരാളാണ്, അവൾ തറിയിലില്ല. അതിൻ്റെ ഭർത്താവുണ്ട്, മക്കളൊരാളുണ്ട്, ഒരാൾ വിദേശത്താണ്. പിന്നെ മൂത്തവനുണ്ട് സോണി, അവൻ്റെ ഭാര്യയും മക്കളുമുണ്ട്.
അപ്പോൾ ജസുമോനുണ്ട്, ഇളയവന്, അവനെൻ്റെ കൂടെയാണ്. അവൻ്റെ ഭാര്യയും 2 മക്കളുമുണ്ട് ഇവിടെ. മാതാപിതാക്കളുമായിട്ട് ഞങ്ങൾ വലിയ ഇഷ്ടത്തിലാണ്. സന്തോഷക്കുറവൊന്നുമില്ല, എല്ലാം മുന്നോട്ട് പോകുന്നു. അമ്മ ഇത്രയും ആയുസ്സും ആരോഗ്യവും എല്ലാം നീട്ടിക്കൊടുത്തതിന് തമ്പുരാന് നന്ദി പറയുന്നു. അതുപോലെ അമ്മയുടെ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അമ്മ നല്ലൊരു പ്രാർത്ഥനാ അനുഭവം, ഒരു കരിസ്മാറ്റിക് അനുഭവമായിരുന്നു അമ്മയുടെ ചെറുപ്പകാലം മുതൽ. അന്നേരമൊക്കെ ഞാൻ അമ്മേനെ കളിയാക്കായിരുന്നു. ഹല്ലേലൂയയൊക്കെ പറഞ്ഞ് പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ ഞാൻ അമ്മയെ വഴക്ക് പറയുന്നു. ഇപ്പോൾ ഞാൻ അതിൻ്റെ ടോപ്പിൽ എന്നെ പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് മാറിയിരിക്കുക. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഇപ്പോൾ ഒരു നവീകരണ അനുഭവം ഒക്കെ ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ പിള്ളേരൊക്കെ അവരുടേതായ ലൈഫിൽ ദൈവാനുഗ്രഹ വഴിയിൽ എല്ലാം മുന്നോട്ട് പോകുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 51 വർഷമായി. അന്ന് മുതൽ ഞാൻ വന്നപ്പോൾ ഇവിടെ ബാക്കി 5 പേരും ചെറുതുങ്ങളായിരുന്നു എല്ലാം. അത് സന്തോഷമായിട്ട് ഞങ്ങൾ അന്നേരമൊക്കെ പോന്നു. പിന്നെ അമ്മയിൽ നിന്ന് എനിക്ക് ഒത്തിരി ഒരു പാഠം പഠിക്കാൻ പറ്റി. അമ്മ പച്ചക്കറിയുടെയും പറമ്പിലുള്ള എല്ലാ കാര്യത്തിൻ്റെയും നല്ലൊരു കപ്പ വാട്ടാനും കപ്പ ഇടാനും കാട് പറിക്കാനും അല്ല അത് ഇപ്പോഴും എനിക്കത് വലിയൊരു സന്തോഷമായിട്ട് ഞാൻ ഇപ്പോഴും അത് പാലിച്ച് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു വലിയ ഇതുണ്ട്. പിന്നെ എല്ലാ ആവശ്യത്തിനൊക്കെ ഞങ്ങളിവിടെ വന്ന് വരികയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് ജോസഫ്. ഞാൻ ചേന്നാട്ടാണ് താമസിക്കുന്നത്. അമ്മ എൻ്റെ കൂട്ടത്തിലാണ് ഒരു 12 വർഷമായിട്ട് താമസിക്കുന്നത്. താമസിക്കാൻ തുടങ്ങി 2 വർഷം കഴിഞ്ഞപ്പം അപ്പൻ മരിച്ചുപോയി. ഞാൻ അമ്മയുടെ മകളുടെ ഭർത്താവാണ്. ഈ നിൽക്കുന്ന ആളാണ് എൻ്റെ ഭാര്യ, അച്ചാമ്മ എന്നാണ് പേര്. എനിക്ക് 3 മക്കളുണ്ട്. മൂത്തയാളുടെ പേര് ബിനോയ് എന്നാണ്. ബിനോയ്ക്ക് 3 മക്കളുണ്ട്. അവർ ബിനോയും ഭാര്യയും മക്കളും ആസ്ട്രേലിയയിലാണ്. 2ാമത്തെ മകളാണ് ഈ നിൽക്കുന്ന ആൾ, ബിന്ദു എന്നാണ് പേര്. ചേർപ്പുങ്കിലാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ബിന്ദുവിൻ്റെ ഭർത്താവാണ് ജോമോൻ. ബിന്ദുവിൻ്റെ മക്കൾ 2 പേരും ഇടത് വെച്ച് നിൽക്കുന്നു. അവർ എല്ലാവരും സൗദിയിലാണ്. ഈയിടെ അവധിക്ക് വന്നതാണ്. 3ാമത്തെ ഞങ്ങളുടെ മോന് ബോബൻ എന്നാണ് അവൻ്റെ പേര്. അവനിപ്പോൾ കാനഡയിലാണ്. ഞങ്ങളെ എല്ലാവരും വളരെ സ്നേഹത്തോടെയാണ് ഞങ്ങൾ കഴിയുന്നത്. ഞാനും ഭാര്യയും അമ്മയും മാത്രമേ ഈ വീട്ടിലിപ്പോൾ ഉള്ളൂ പറഞ്ഞാൽ. ചാച്ചനും അമ്മയും വളരെ ചെറുപ്പം മുതലേ വളരെ ബുദ്ധിമുട്ടി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുകയും അതുപോലെ തന്നെ വളരെ ഭക്തിയിലും സത്യസന്ധതയിൽ ജീവിച്ച ആൾക്കാരാണ്. അമ്മയ്ക്ക് വളരെ ഭക്തി എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നത് വരെ ടി വിയിൽ ധ്യാനം, കൺവെൻഷന്, ഗുഡ്നസ് ടി വി, ശാലോം ടി വി എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വൈകിട്ട് ഒരു 1-2 സീരിയൽ കാണും കേട്ടോ. അതുകൂടെ പറഞ്ഞേക്കാം. ഞാനും അമ്മയും കൂടെ കൂടി ഇന്നാണ് സീരിയലൊക്കെ കാണുന്നത്. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞങ്ങൾ കഴിയുന്നത്. ഞാൻ ആളെ കിട്ടിയ നല്ല സ്വന്തം മകൻ എന്നുള്ള രീതിയിൽ, സ്വന്തം അമ്മ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ജീവിച്ചു പോരുന്നത്. എൻ്റെ പേര് ലില്ലി. ഞാൻ അമ്മച്ചിയുടെ 4ാമത്തെ മകളാണ്. ഇത് എൻ്റെ ഹസ്ബൻഡ് വക്കച്ചൻ. ഇത് മൂത്ത മകൻ്റെ വൈഫ്. എനിക്ക് 3 പിള്ളേരാണ്. ഒരു 3 പേരും വെളിയിലാണ്. പിന്നെ ഇളയ മകൻ്റെ കല്യാണം ഉറച്ചിരിക്കുവാണ്. അവന് 22-ാം തീയതി കല്യാണമാണ് അവൻ്റെ. പിന്നെ എൻ്റെ അമ്മയെക്കുറിച്ച് പറയുവാണെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്ന് വളരെ ഒത്തിരി നല്ല അനുഭവങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. ഞങ്ങളെ 5 പേരെയും വളരെ കാര്യമായിട്ട് അമ്മ നോക്കി വളർത്തി സംരക്ഷിച്ചു. അമ്മയും ചാച്ചനും കാര്യമായിട്ട് വളർത്തി ഞങ്ങളെ നോക്കി പരിപാലിച്ച് എല്ലാവരെയും അവർക്കുള്ള വിദ്യാഭ്യാസം കൊടുത്ത് നന്നായിട്ട് വളർത്തി. അവരെ കുട്ടി പറയുവാണെങ്കിൽ നല്ല അനുഭവങ്ങളെ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 34 വർഷമായി. ഞാൻ അറിയുമ്പോൾ തൊട്ട് അമ്മയും ചാച്ചനും പറയാൻ പറ്റില്ല കേട്ടോ. അവർ ഒരുപാട് ബുദ്ധിമുട്ടിയായി പിള്ളേരെ വളർത്തും. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. പിള്ളേരെല്ലാം ഭയങ്കര കാര്യമായിരുന്നു. അതുപോലെ തന്നെ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും വേണ്ടി എന്നും പ്രാർത്ഥന. പുള്ളിക്കാരത്തിൻ്റെ പണി എല്ലാ മക്കൾക്കും വേണ്ടി എന്നും പ്രാർത്ഥന. എൻ്റെ 3 പിള്ളേരുണ്ടായതും എല്ലാവരും ആശുപത്രി കിടന്നുണ്ടായി. അതിന് ഒരു 4 മാസം വരെ 3 പിള്ളേരെ അമ്മയെ വളർത്തിയ. എന്നെപ്പോൾ നോക്കുന്നതിനേക്കാളും കാര്യമായിട്ട് ഇവിടുത്തെ അമ്മയെ നോക്കിയ. അത്ര ഇഷ്ടം. എല്ലാവരും ഭയങ്കര കാര്യം. എല്ലാ മക്കളെയും ഇങ്ങനെ കണ്ടും കേട്ടും സന്തോഷമായിട്ട് കഴിഞ്ഞു പോകുന്നു. കൊച്ചുമക്കൾക്ക് എല്ലാമാണ് ഈ അമ്മ. അവരുടെ കൂടെയുള്ള കളിയും ചിരിയുമാണ് ഈ അമ്മയെ
കൂടുതൽ സന്തുഷ്ടയാക്കുന്നത്. എൻ്റെ പേര് സോബിന എന്നാണ്. അമ്മച്ചിയുടെ മൂത്ത മകളാണ് ഞാനിപ്പം ചങ്ങനാശ്ശേരി ASMI കോൺഗ്രിഗേഷനിലാണ്. അമ്മച്ചിയെക്കുറിച്ച് ഒത്തിരി സന്തോഷത്തോടെയുള്ള ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ചിന്ത തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. പ്രത്യേകിച്ച് ഞങ്ങൾ അവധിക്കാലം ആകെ നോക്കിയിരിക്കുമായിരുന്നു വീട്ടിലേക്ക് ചെല്ലാനായിട്ട്. അതിന് വീട്ടിൽ ചെന്ന് കഴിയുമ്പം അമ്മയായിട്ടുള്ള ഒരു സ്നേഹവും ആ ഒരു അമ്മയുടെ കരുതലൊക്കെ അനുഭവിക്കാൻ സാധിച്ചത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. പ്രത്യേകിച്ചും എൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ വേള ഞാൻ ഓർക്കുകയാണ്. ആദ്യ കുർബാനയ്ക്ക് എൻ്റെ ചെവിയിൽ വന്ന് കുർബാന സ്വീകരണം കഴിഞ്ഞ സമയം അമ്മ എൻ്റെ ചെവി വന്ന് പറയുക, മോളെ ദൈവവിളി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നെൻ്റെ ചെവി വന്ന് പറഞ്ഞു. അത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ദൈവവിളിയുടെ ഒരു വിത്ത് വിതച്ച ഒരു സമയമാണ് എന്നെനിക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒത്തിരി സ്നേഹവും സന്തോഷവും ഒക്കെ കുടുംബത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും അമ്മയുടെ മൂത്ത മകൻ്റെ കുടുംബമാണ്. അന്നേരം ഈ അമ്മയിൽ നിന്നും ചാച്ചനിൽ നിന്നുമൊക്കെ ലഭിച്ച ഒരു വലിയ സന്തോഷവും സ്നേഹവും ഒക്കെ ഞങ്ങളുടെ കുടുംബത്തിലും എല്ലാവരും കൂടെ കൂടുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ അവധിക്കാലമൊക്കെ വരെ ഞങ്ങൾ നോക്കിയിരിക്കുമായിരുന്നു, പെട്ടെന്ന് അമ്മയുടെ അടുത്ത് ഓടി ചെല്ലണം എന്നൊക്കെയുള്ള ഒരു ചിന്തയായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. എൻ്റെ പേര് സിസ്റ്റർ ടെസ്മരിയ. ഞാൻ ചങ്ങനാശ്ശേരി ASMI കോൺഗ്രിഗേഷനിലെ അംഗമാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അമ്മയുടെയും ചാച്ചൻ്റെയും കൂട്ടത്തിലുള്ള എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ആദ്യം ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും ആനുവൽ വെക്കേഷൻ ആകാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു. നേരത്തെ പഴയ വീട് ആനക്കുഴിയിലായിരുന്നു. അപ്പം ആനക്കുഴിക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഭയങ്കര തീക്ഷ്ണതയായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കാണും, അവധി സമയത്ത് എല്ലാ വീടുകളിൽ നിന്നുള്ള മക്കൾ കാണും ആനക്കുഴിയിൽ. അപ്പം അത് ഞങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു അവസരമായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളെല്ലാവരും ബസ്സിറങ്ങി ആനക്കുഴിയിൽ ബസ് ഇറങ്ങുമ്പോൾ സാധാരണ ചാച്ചൻ അവിടെ കടയുടെ വാതിക്കൽ കാണും ഇരിപ്പ്. ആ ഒരു ബെഞ്ചിൽ ആദ്യം ഇറങ്ങി ഓടുന്നത് ചാച്ചൻ അവിടെ ഇരിപ്പുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ആ ഒരു ഓർമ്മയും അനുഭവങ്ങളും എല്ലാം ഇപ്പോഴും ഇന്നത്തേതെന്നതുപോലെ ഇപ്പോഴും മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അമ്മ ഞങ്ങൾ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ചാച്ചൻ കോഴിയെ വാങ്ങിക്കുന്നു, ചക്കയിടുന്നു. അങ്ങനെ നമ്മുടെ പഴയ രീതിയിലുള്ള ഒരു ജീവിത സാഹചര്യങ്ങൾ അതൊക്കെ എപ്പോഴും ഇന്നും അതൊരു പുതുമ നൽകുന്ന ഒരു അനുഭവമായിട്ടാണ് ഇന്നും മനസ്സിൽ നിലനിൽക്കുന്നത്. എൻ്റെ പേര് ബിന്ദു. ഞാൻ അമ്മയുടെ രണ്ടാമത്തെ മകളാണ്. അമ്മയെപ്പറ്റി പറയുമ്പോൾ ഓർമ്മകൾ ഒരുപാട് പങ്കുവയ്ക്കാനുണ്ട്. വെക്കേഷനാണ് ഞങ്ങൾക്കും ഓർമ്മയിൽ ആദ്യം ഓടിയെത്തുന്നത്. ഇപ്പോൾ നമ്മുടെ സൺഡേ സ്കൂൾ എക്സാം കഴിഞ്ഞ് May 1 പോകാൻ, അപ്പോൾ April 30 എക്സാം കഴിഞ്ഞിട്ട് May 1 തൊട്ട് വെക്കേഷൻ അമ്മയുടെ അടുത്തായിരിക്കും. അപ്പോൾ മെയ് മാസം വണക്കം അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ പള്ളിയിൽ പോകുന്നത്, ഒരുപാട് നടക്കാനുണ്ട്. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള അനുഭവങ്ങളും എക്സ്പീരിയൻസുകളും ആയിരുന്നു. അത് മറക്കാൻ പറ്റത്തില്ല. അപ്പോൾ May 31 വണക്കമാസം കാലം കൂടി നെക്സ്റ്റ് ഡേ June 1 സ്കൂൾ തുറക്കുമ്പോഴേ ഞങ്ങൾ തിരിച്ചു വരാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ എല്ലാം കൊച്ചുമക്കളെല്ലാം ഒന്നിച്ച് നമ്മുടെ ചുറ്റുപാടുകളല്ലായിരുന്നു അവിടെ. അപ്പോൾ അവർ അധ്വാനിച്ച് രാവിലെ വെളുപ്പിന് 4 മണിക്ക് തന്നെ അവരെണീറ്റ് പശുവിനെ വളർത്തുന്നതും ആ രീതികളും അതും എല്ലാം കണ്ട്, പിന്നെ പ്രാർത്ഥനയുള്ള അവരുടെ ജീവിതം അമ്മ ഇപ്പോഴും പറയുന്ന പോലെ ഇവർ പറഞ്ഞ് നമ്മൾ ആദ്യ കുർബാന സ്വീകരിക്കുമ്പോൾ ഞങ്ങളോട് പറഞ്ഞിരുന്നത് അത് വിശുദ്ധിയിൽ വളരണം, അത് ഒരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിൽ മുൻപോട്ട് പോകണം, പ്രാർത്ഥനയിലും ദൈവം നമ്മളെ മുൻപോട്ട് വഴി നടത്തുന്ന ആ വിശ്വാസത്തിൽ മുൻപോട്ട് നടത്താൻ ഞങ്ങളെ പഠിപ്പിച്ചത് തീർച്ചയായിട്ടും ചാച്ചനും അമ്മയാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതൊരിക്കലും ദൈവത്തെ കൂടുതൽ ഞങ്ങൾ അറിഞ്ഞത് ഒരുപക്ഷെ ഞങ്ങളുടെ പേരൻസിൽ നിന്നും ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്യപ്പച്ചനും വല്യമ്മച്ചില്ല അവർ അനുഭവിച്ച അതേ വിശ്വാസം ഞങ്ങളിലേക്ക് വളർത്താൻ അത് ഒരുപാട് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. നിന്നിലലിഞ്ഞു നീ ഞാനായി തീരുമ്പോ, നിന്നിലലിഞ്ഞു നീ ഞാനായി തീർന്നിടാം, എത്ര നാളായി കൊതിച്ചിടുന്നു നാഥാ, എന്നെ നീയാക്കി മാറ്റിയിടണമേ, എൻ്റെ ഈശോയെ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാൻ ഞാൻ എൻ്റെ അന്ത്യം വരെയും. ചേന്നാട് ലൂർദ് മാതാ ഇടവകയുടെ വികാരി ഒരു അമ്മയുടെ മനസ്സും ഇടയൻ്റെ മനസ്സും ഒന്നു ചേരുന്ന ഒരു വൈദികനാണ്.
ഫാദർ തോമസ് മൂലേച്ചാല്. അച്ഛൻ ഈ കുടുംബത്തെക്കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം. ഈ ഇടവകയിലെ ഏറ്റവും പ്രായം കൂടിയ സഹോദരിയാണ് നമ്മുടെ ഏലിക്കുട്ടി ചേട്ടത്തി. 100 വയസ്സ് കഴിഞ്ഞല്ല. ഇവിടെ അതിൻ്റെ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 101 വയസ്സായി. ഈ 101 വയസ്സായാലും അതിൻ്റേതായ യാതൊരു ഒരു കഷ്ടപ്പാടുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓർമ്മക്കുറവോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. വളരെ ഗ്രാഹ്യത്തോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുകയും സംസാരിക്കുകയും ഓർത്ത് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവർ തീക്കോയി ഇടവക അംഗങ്ങളായിരുന്നു. ഒരു 12 കൊല്ലം മുമ്പാണ് ഇവർ ഈ ഇടവകയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് ഒത്തിരിയേറെ കഷ്ടപ്പാടുകളിലൂടെയൊക്കെ അവർ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ അതൊന്നും അവരെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളയുകയല്ല, മറിച്ച് ദൈവത്തിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് വലിയൊരു ആത്മീയ ചിന്തയാണ്. അപ്പം അങ്ങനെ നല്ല ഒരു അമ്മ, നമുക്കെല്ലാവർക്കും മാതൃകയായിട്ടുള്ളൊരു അമ്മ, ഇത്രയും പ്രായമായിട്ടും ഇങ്ങനെ നിരാശപ്പെടുകയോ അല്ലെങ്കിൽ ഒരു ലെവലില്ലാതെ ഓർമ്മയില്ലാതെ എപ്പോഴും എനിക്ക് കടന്നു പോയാൽ മതി എന്നുള്ളതല്ല. ആയിരിക്കുന്ന അവസ്ഥയിൽ ജീവിക്കുന്ന സമയം മുഴുവൻ ദൈവഹിതത്തിന് വിധേയമായി കർത്താവിനോട് ചേർന്ന് സുന്ദരമായി ജീവിക്കുന്ന ഒരു അനുഭവം, ഒരു പരിവേഷം. ആ ഒരു അനുഭവം തീർച്ചയായിട്ടും നമുക്കെല്ലാം മാതൃകാപരമാണ്, ആനന്ദകരമാണ്. അവർക്ക് ഞാൻ എല്ലാ നന്മയും ഐശ്വര്യവും ആശംസിക്കുകയാണ്. തുടർന്നുള്ള ജീവിതത്തിലും ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ സംരക്ഷണയിലും കരത്തിൻ്റെ കീഴിലും അവർക്ക് തുടർന്ന് ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. ചേർന്ന തന്ത്രികൾ മീട്ടും സംഗീതം, രാഗമായി താളമായി യേശുവുണ്ടെങ്കിൽ കുടുംബം ഒരു മനോഹര ഗാനം. ഇടവകയോട് ചേർന്ന് നിന്നുള്ള വിശ്വാസ ജീവിതമാണ് ഇവരെ അനുഗ്രഹീതരാക്കുന്നത്. കുടുംബത്തിലെ ഒന്നിച്ചുള്ള പ്രാർത്ഥനയും തീന്മേശയിലെ പങ്കുവയ്പും എല്ലാം ഈ കുടുംബത്തിലെ ഐക്യം വളർത്തുന്നു. ഇതാണ് മുക്കാലയിൽ കുടുംബം സമൂഹത്തിനും ക്രൈസ്തവ കുടുംബങ്ങൾക്കും നൽകുന്ന മാതൃക. ഇന്നത്തെ മാറിയ സാഹചര്യത്തിൽ നമ്മുടെയൊക്കെ മാതാപിതാക്കന്മാർ നമുക്ക് വേണ്ടി സ്വയം മറന്ന് ജീവിച്ച മാതാപിതാക്കൾ അവർക്ക് പ്രായമാകുമ്പോൾ മക്കൾ എങ്ങനെ കരുതണം എന്ന ഒരു വലിയ സന്ദേശം തൃശൂർ അതിരൂപതയുടെ സഹായമെത്രാൻ അഭിവന്യ ടോണി നീലങ്കാവിൽ പിതാവ് നൽകുന്നത് ഇപ്പോൾ നമുക്ക് കേൾക്കാം. ഇത്രയും വർഷക്കാലം നമുക്ക് മുമ്പേ നടന്ന് വിശ്വാസത്തിൻ്റെ വഴികളിൽ തട്ടും മുട്ടും സന്തോഷവും കൃപകളും അനുഗ്രഹങ്ങളുമൊക്കെ സ്വീകരിച്ച് വലിയ അനുഭവ സമ്പത്തുള്ള മുതിർന്നവരെ, പ്രത്യേകിച്ച് നമ്മുടെ മുതിർന്ന മാതാപിതാക്കളെ കാണുമ്പോൾ കുടുംബ ബന്ധങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ആ അനുഭവങ്ങളുടെ മുമ്പിൽ ആദരവോടെയല്ലാതെ നിൽക്കുവാൻ സാധിക്കുകയില്ല. നമ്മുടെ നല്ല കുടുംബങ്ങളുടെ ജീവിതാനുഭവങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകും, മുതിർന്ന മാതാപിതാക്കളെ ആദരിക്കുകയും സ്നേഹിക്കുകയും അവരെ കേൾക്കുവാൻ, എളിമയോടുകൂടെ കേൾക്കുവാൻ മനസ്സ് കാണിക്കുകയും ചെയ്യുമ്പോൾ കൈമാറിക്കിട്ടുന്നത് ദൈവത്തിൻ്റെ അനന്തമായ കൃപകൾ തന്നെയാണ്. അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ കൃപകളെ ജീവിതാനുഭവങ്ങളിലൂടെ അവർ നമുക്ക് കൈമാറുകയാണ്. അങ്ങനെയുള്ളൊരു കുടുംബം, അത് ദൈവകൃപയുടെ നിറസാന്നിധ്യമാണ്. നമ്മുടെ അമ്മയുടെ 101ാം ജന്മദിനം നമ്മൾ ആചരിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ആശംസകളും പ്രാർത്ഥനകളും അമ്മയ്ക്ക് നേരുന്നു.
പ്രിയ സഹോദരങ്ങളെ, ഈ കുടുംബത്തിൻ്റെ വിളക്കായി പ്രശോഭിക്കുന്ന ഈ ഏലിക്കുട്ടി അമ്മ 101 നിറവിലും ഏറെ സന്തോഷവതിയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മക്കൾ നൽകുന്ന സ്നേഹത്തിൻ്റെ അനുഭവമാണ്. ഇത് ഒരു കാലത്ത് ഈ മക്കൾ 5 പേരെയും ദൈവം നൽകിയപ്പോൾ 5 പേരെ സന്തോഷത്തോടെ സ്വീകരിച്ച് ദൈവത്തിൻ്റെ മക്കളെപ്പോലെ വളർത്താൻ അവർ എടുത്ത ത്യാഗത്തിൻ്റെ പ്രതിഫലമെന്നോണം ഇന്ന് ആ സ്നേഹവും കരുതലും കരുണയും പരിഗണനയും ഈ അമ്മ മക്കളിൽ നിന്ന് ഏറ്റുവാങ്ങുകയാണ്. വാസ്തവത്തിൽ സ്വർഗതുല്യമായ ഒരു അനുഭവമാണ്. ഈ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടമാണെന്ന് തോന്നുന്ന രീതിയിലുള്ള വലിയ സന്തോഷത്തിൻ്റെയും അത് ഈ കൂട്ടായ്മയിൽ നിന്നും ഐക്യത്തിൽ നിന്നും വരുന്ന സന്തോഷം. മനുഷ്യബന്ധങ്ങൾ ശിഥിലമാകുമ്പോഴാണ് ഈ സമാധാന സന്തോഷവും നഷ്ടപ്പെടുന്നത്. ഇവിടെ ഈ കുടുംബത്തിൻ്റെ കൂട്ടായ്മയും സ്നേഹവും, പ്രത്യേകിച്ച് അമ്മയെ ഇവർ കരുതുന്ന അനുഭവം നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ജീവിതകാലത്ത് മക്കൾക്ക് വേണ്ടി മെഴുകുതിരി പോലെ ഉരുകി അവരുടെ വേദനകളിലും സന്തോഷങ്ങളിലും ഒപ്പം നിൽക്കുന്ന മാതാപിതാക്കളെ അവർക്ക് പ്രായമാകുമ്പോൾ മക്കൾ അതുപോലെ തന്നെ സ്വീകരിക്കുന്ന, ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ആ കുടുംബത്തിൻ്റെ നന്മയും മഹത്വവുമാണ് ഇവിടെ പ്രകടമാകുന്നത്. 4 തലമുറകളിലായി 42ഓളം പേരടങ്ങുന്ന ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യമായ ഈ അമ്മയ്ക്കും അമ്മയുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും എല്ലാവർക്കും ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം ഒത്തിരി സന്തോഷത്തോടെ നൽകുന്നു. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച നല്ലൊരു കുടുംബത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.